ആൽവിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ആൽവിൻ, മുരളീധരൻ്റെ വാക്കുകൾ കേട്ടു എന്ന് തോന്നുന്നു. ആൽവിനോടൊപ്പം എം ലിജു ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ദീപിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ മുൻ കോൺഗ്രസ് അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്താണ് പറയാനുള്ളത് കൂടി കേൾക്കാൻ കൗതുകമുണ്ട്. ലാല്, KPCCയുടെ ഓഫീസ് ചുമതലയുള്ള, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ് ശ്രീ എം ലിജു. അപ്പോൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, വലിയ ഒരു ഓപ്പറേഷനാണ് നടത്തിയത്, വലിയൊരു ബോംബിംഗ് ആണ് നടത്തിയത്? അല്ലാതെ ഇത് വളരെ കൃത്യമായൊരു മെസ്സേജാണ്. CPM BJPയുടെ കേരളത്തിൽ ഏറ്റവും പ്രമുഖനായിരുന്ന ഒരു സംസ്ഥാന വക്താവ്, അപ്പോൾ അവരുടെ ഒരു ആശയമുഖമായിരുന്ന ഒരാൾ, അതുപോലെ തന്നെ CPM ടാർഗറ്റ് ചെയ്തിരുന്ന ഒരാൾ കോൺഗ്രസ് പാളയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ, ദേശീയ തലത്തിലും ഭരണമില്ല, സംസ്ഥാനത്തും ഭരണമില്ലാത്ത രണ്ട് സ്ഥലത്തും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷം ശ്രമിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു സന്ദേശമാണ്. ഭാവി ആർക്കാണ് എന്നതിൻ്റെ കൃത്യമായ സൂചന. അല്ല, ഈ സന്ദീപ് വലിയ തോതിൽ വേറൊരു രാഷ്ട്രീയം പറഞ്ഞിരുന്ന ആളാണ്. സ്വാഭാവികമായും ഈ അണികൾക്ക് ഈ ഘട്ടത്തിലെത്തുമ്പോൾ അവരെ എങ്ങനെയായിരിക്കും നിങ്ങൾ തൃപ്തിപ്പെടുത്തുക? മറ്റൊരാശയം പറഞ്ഞിരുന്ന ഒരാളെ കോൺഗ്രസ് ആശയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ തീവ്രമുഖമായിരുന്ന ഒരാൾ ആ പ്രസ്ഥാനത്തെ വെറുപ്പിൻ്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ച് അവിടെ ഒന്നും സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായ ആശയപരമായൊരു പരിവർത്തനമാണ്. അതാണല്ലോ കോൺഗ്രസ് പ്രതിദാനം ചെയ്യുന്നത്, അതുതന്നെയാണല്ലോ മനുഷ്യരെ പരിവർത്തനം ചെയ്യിക്കുക, എല്ലാ മനുഷ്യരുടെയും മുൻമേലെ നന്മയുടെ വിളക്കിനെ തെളിയിക്കുക. അതാണല്ലോ മഹാത്മജി തന്നെ പറഞ്ഞത്. ഈ സന്ദീപിനെ അങ്ങോട്ട് സമീപിക്കുകയായിരുന്നു, അത് സന്ദീപ് ഇങ്ങോട്ട് സമീപിക്കും? അല്ല, അതൊക്കെ എന്തായാലും സന്ദീപ് ഇപ്പോൾ കോൺഗ്രസ്സിലാണ്. KC വേണുഗോപാലുമായി ഒക്കെയുള്ള ചർച്ചകൾ നടന്നു എന്ന് അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ദേശീയ നേതൃത്വത്തിന് അംഗീകാരമില്ലാതെ എന്തായാലും കോൺഗ്രസിലേക്ക് ഒരാൾക്ക് വരാൻ സാധിക്കില്ലല്ലോ, പ്രത്യേകിച്ച് മറ്റൊരു പാർട്ടിയുടെ. പാലക്കാട്ട് ഒരു വലിയ സ്വാധീനമുള്ള ആൾ കൂടിയാണ്. തീർച്ചയായിട്ടും. അതായത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ പാലക്കാട് ഉറച്ച വിജയപ്രതീക്ഷയാണുള്ളത്. സന്ദീപിൻ്റെ വരവ് അതിനെ കൂടുതൽ ഉയർത്തി. മികച്ച BJPയുടെ ഒരു വലിയ തകർച്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ 2 ദിവസങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിൽ സജീവമാവും, അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസിലാണല്ലോ ഇപ്പോൾ. അങ്ങനെയാണ്. വളരെ വ്യക്തമായി ശ്രീ എം ലിജു വിശദമാക്കുകയാണ് കാര്യങ്ങൾ. സന്ദീപ് വാര്യൻ്റെ വരവിൽ കോൺഗ്രസ് പാളയം വലിയ തോതിൽ ആവേശത്തിലാണ് എന്നുള്ളതാണ് ലാലെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേതാക്കളൊക്കെയും അവരെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി, KC വേണുഗോപാലിൻ്റെ അറിവോടുകൂടി, അല്ലെങ്കിൽ KC വേണുഗോപാൽ സംസാരിച്ച ശേഷം കൂടിയാണ് തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അദ്ദേഹമാണ് എം ലിജു, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടിയാണ്, KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ്, കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ളത്. ലാല്.